ഞങ്ങളിപ്പോൾ ഉള്ളത് ശേഖരൻ്റെ കൂടെ പുതുനഗരത്താണ്. ഈ ഒരു പ്രോഗ്രാം പറയുമ്പോൾ ശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ ഈ സീസണിലെ അവസാനത്തെ പ്രോഗ്രാമായിരുന്നു നമ്മുടെ അക്രമി ശേഖരൻ്റേത് കേട്ടോ. അങ്ങനെ ഈ പ്രോഗ്രാം എല്ലാം കളറാക്കി നേരെ ഞങ്ങൾ പോകുന്നത് താമരശ്ശേരി നമ്മളെ സൈനിക്കാരൻ്റെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ. പരിപാടി കഴിഞ്ഞ് 10 മണിക്ക് കയറിയ നിങ്ങൾ നേരെ പുലർച്ചെ 5 മണിയാകുമ്പോഴത്തേക്കാണ് അവിടെ എത്തിയത് കേട്ടോ. കാര്യം നമ്മൾ ആനക്കും നമുക്കൊക്കെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് മെല്ലെ മെല്ലെയാണ് വണ്ടി എടുത്തിട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ എത്തി നേരെ പോയത് സൈനിക്കാരൻ്റെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ. വന്ന് ടയേർഡൊക്കെ മാറ്റാൻ വേണ്ടി നല്ല സുഖമായി മറന്ന് അങ്ങ് ഉറങ്ങി. പിന്നെ നേരെ ചായ കുടിച്ച് നേരെ വന്നത് നമ്മുടെ ആനത്തറയിലോട്ട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ശേഖരന് ഈ വർഷം സീസൺ കഴിഞ്ഞു നല്ല കരുത്തുറ്റ ഒരു നേരുകാലം ആശംസിച്ചുകൊണ്ട് അവനെ എല്ലാവരും കൂടി, അതായത് സേനയ്ക്ക് മടച്ചട്ടക്കാരനായിട്ടുള്ള റാഷിയും ജിത്ത് എല്ലാവരും കൂടി കെട്ടി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പരിപാടിയും ഭംഗിയായിട്ട് കഴിച്ച് നേരെ നമ്മൾ വീണ്ടും സൈനിക്കാരൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ ഇപ്പോഴത്തേക്കും സൈനിക്കാരൻ്റെ വൈഫ് അടിപൊളി ഫുഡ് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടിയിട്ടുള്ള നമ്മുടെ ബീഫ് റോസ്റ്റ് കേട്ടോ. ബീഫാണെങ്കിലും ചിക്കൻ ചില്ലി ആണെങ്കിലും ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും പൊറാട്ട പത്തിരി അങ്ങനെ പല പല വിഭവങ്ങളായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ വയനാട്ടിലോട്ടുള്ളൊരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന്റെ ഉള്ളിൽ നിന്ന് ഒന്നിന് പുറത്തേക്ക് ഇറങ്ങണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ? ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, ആ പള്ളിന്ന് കാണിക്കണം. 25,000 ആൾക്ക് നിസ്കരിക്കാം പള്ളിയിലുണ്ടെന്ന്. ഇന്ത്യയിൽ തന്നെ അത്ര വലിയ പള്ളിയില്ല. ഉണ്ടോ? അത് അടിപൊളി പള്ളി കേട്ടോ. ഇവിടെ ഈ ഫ്രണ്ടിക്ക് ഈ ഭാഗത്തേക്ക് നമുക്ക് ഒരു നല്ലൊരു ഫോട്ടോ എടുക്കാം. ഇതിന് എത്ര കാലം മുന്നേ പിരിവോടുന്ന്. ഈ പള്ളിയുടെ പേരെന്താ? നോളജിറ്റി മർക്കസിന്റെ നോളജിറ്റി. എന്താ പഠിച്ചോനെ തമാശ അറിയല്ലോ ലോ കോളേജ്. അതിനെ കുറിച്ചൊന്ന് വിശദമായിട്ടൊന്ന് നിങ്ങളൊന്ന് ചായ കുടിച്ചു വരാം. ജസ്റ്റ് അടിപൊളി. അതൊക്കെ പിക്ചറിൽ നോക്കിയാൽ ഭയങ്കര സംഭവമല്ലേ നോളജിറ്റി. ഇത് ഭയങ്കര സംഭവമാണ്. ഇത് എത്ര കൊല്ലം മുന്നേ ഞങ്ങൾ നിങ്ങൾക്ക് കൃത്യമായ സ്വാഗതം. ദ മലബാർ എക്സ്പോ 2026 മർക്കസ് നോളജ് സിറ്റി. അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്നൊരു ഭാഗത്തേക്കാണ് കേട്ടോ. നമ്മൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ താമരശ്ശേരി നമ്മുടെ വയനാട് ചുരം കയറുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. വലിയ നല്ല ഭംഗിയുള്ളൊരു പള്ളിയും കൂടിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഉള്ളിൽ നിന്നും പുറത്തോട്ട് ഒന്നിനും പോകണ്ട എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഹോസ്പിറ്റലടക്കം അങ്ങനെ പല പല സൗകര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടേക്ക് വന്നു. പക്ഷേ നമ്മൾ പെൺപിള്ളേർക്കൊന്നും ആർക്കും അകത്തേക്ക് പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു വലിയൊരു സങ്കട കാഴ്ചയായിട്ട് തന്നെ ഞാൻ പുറകിൽ നിന്ന് കണ്ടു. അങ്ങനെ ഞങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ടൊരു ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ഭംഗി കാണാനെന്നറിയോ. ശരിക്കും പറയുമ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു അന്തരീക്ഷം അല്ല കേട്ടോ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി, ഒരു മനസ്സിലൊരു സമാധാനമൊക്കെയാണ്. നേരെ പോണത് സേനിക്കയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബ്രദറും എല്ലാവരും കൂടി കയറി പോകുന്നത് നമ്മുടെ പള്ളിയുടെ അകത്തേക്കാണ് കേട്ടോ. ഞാനിത് വീഡിയോയിൽ കണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. അകത്ത് പോയിട്ട് അതിൻ്റെ ആ ഒരു മഹിമയും അതിൻ്റെ പ്രത്യേകത ഒക്കെ പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിലില്ലേ, ഞാനൊരു പെണ്ണായി പോയതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അഹങ്കരിക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഞാനതിനെ കുറിച്ചിട്ട് ഭയങ്കര സങ്കടപ്പെടുകയാണ്. ഒരാണുങ്ങൾ ആയതുകൊണ്ടാണല്ലോ അവർക്ക് അതിൻ്റെ അകത്തോട്ടൊക്കെ പോയി അതിൻ്റെ പ്രത്യേകത ഒക്കെ കണ്ടിട്ട് വരാനും അവിടെ ഒരു റക്കാത്താണെങ്കിൽ ഒരു റക്കാത്ത് നിസ്കരിക്കാൻ സാധിച്ചില്ല. അതെന്നെ വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ. നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കൂടി ഞാൻ ഓർത്തത്. ഇതിൻ്റെ ഉള്ളിലെ ഒരു സ്പേസ്, നിസ്കാരത്തിനുള്ളൊരു സ്പേസ് എന്ന് പറയുമ്പോൾ 25,000 പേര് നിന്ന് നിസ്കരിച്ചാലും അത്രമാത്രം സൗകര്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ ആ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയൊരു പള്ളിയാണ്. ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എനിക്ക് വിശദീകരിക്കാൻ നന്നായിട്ട് അറിയില്ലെങ്കിൽ പോലും എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, ഒരു മനസ്സിൽ ഭയങ്കര സമാധാനം തോന്നി. അപ്പോൾ നിങ്ങൾ കണ്ടവരും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഈ പള്ളിയെക്കുറിച്ചിട്ടുള്ള പ്രത്യേകത അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ കാണുന്നവർക്കും വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിന് പുറമേയില്ലേ, കണ്ണിന് കുളിർമയായിട്ടുള്ള കാഴ്ചക്കൊപ്പം തന്നെ മനസ്സിന് സമാധാനം തരുന്നൊരു നല്ലൊരു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ.
ഭയങ്കര നല്ലൊരു മഴ. പിന്നെ അതുപോലെ തന്നെ അതൊക്കെ കഴിഞ്ഞ് ഇവരുടെ പള്ളി സന്ദർശനം നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് സന്തോഷിക്കാനായിട്ടുള്ളൊരു കാര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. വേണ്ട വേണ്ട പിന്നെ അവർക്ക് എന്താ കൊടുക്കുക? നിങ്ങൾ മിടുക്കനാണല്ലോ. ശരി ഇങ്ങോട്ട് ഇവർക്കൊരു ഉമ്മ കൊടുക്കും. ഇവർക്ക് ഒന്നും കൊടുക്കും. കടി കൊടുക്കാൻ പറ്റില്ല. ഒരു ഉമ്മ കൊടുക്കും. അങ്ങോട്ട് വരില്ല. ഒരു ഉമ്മ കൊടുക്കും. കുറച്ച് മുന്നിൽ കയറി ഇനി ഒരു ഉമ്മ കൊടുക്കും. കടിക്കാൻ പാടില്ല. ഒരു ഉമ്മ കൊടുക്കും. അത് വേണം. പുറകിൽ വന്ന അത് കൂടി ചോദിക്കും. ബാക്കിൽ വന്ന് എന്താ ചെയ്യാം? ഒന്നുകൂടെ പേരെന്താ ഇവളെ? ഇതിങ്ങനെ നേരെ ഒന്ന് അറ്റാക്ക് ഒന്നുമില്ലല്ലോ. ഇങ്ങനെ നേരെ ഒന്ന് അറ്റാക്ക് ഇങ്ങോട്ട് നിങ്ങൾ കൈ നീട്ടിട്ട് വരുമ്പോ മാത്രമുള്ള പ്രശ്നമാണ്. പിന്നെ പുറകെ കൂടെ കയറി ചെല്ലാൻ പറ്റില്ല. പുറകെ കൂടി പോകുമ്പോ കാണാതിരിക്കാൻ നമ്മൾ ബ്ലിങ്കർ യൂസ് ചെയ്യണം. അവരെ ഇല്ല കൈ ഇങ്ങനെ നീട്ടി വെച്ചെടുക്കും. അപ്പോൾ ഇവളുടെ പേര് മനസ്സിലായില്ലേ? ലിസ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ലിസനെയും കൊണ്ട് ഞാൻ ചെറിയൊരു കുഞ്ഞ് റൈഡൊക്കെ നടത്തി നേരെ പോകുന്നത് നമ്മൾ വയനാട് ചുരം കയറാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പുതുമുഖമല്ലല്ലോ, നമ്മൾ ഏറെക്കുറെ കണ്ടിട്ടുള്ള മുഖമാണ്. നമ്മൾ റിയാസ് ബ്രോയാണ്. പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കുന്നത് മനാഫ്ക്കാണ് കേട്ടോ, ശേഖരൻ്റെ ഡ്രൈവറായിട്ടുള്ള മനാഫ്ക. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്നത് സേനിക്കയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി നമ്മൾ ചുരം കയറിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ചാറ്റൽ മഴ, ചൂടോ വെയിലോ ഒന്നും ഇല്ലാതെ ഭയങ്കര രസമായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ചുരം ഒരുപാട് നാളായിട്ട് കയറാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാ ഭാഗത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും വയനാട് ചുരം ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സൈനിക പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് നല്ല വലിയ ബ്ലോക്കിൽ ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ഈ പോകുന്ന വഴിയിൽ നമ്മൾക്ക് ബ്ലോക്ക് കിട്ടാറുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടായിരുന്നു. ബ്ലോക്കില്ലാതെ ഒരു മിനിറ്റ് പോലും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ നല്ലപോലെ തന്നെ നമ്മൾ വയനാട് ചുരം കയറി അവിടെ നല്ല ടോപ്പിൽ ഞങ്ങൾ എത്തി. അവിടെ പോയി നമ്മൾ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കാണുന്ന വിഷ്വൽ കണ്ടില്ലേ, ഇതെന്താണെന്ന് മനസ്സിലായ? ഇത്തിരി മുന്നേ ഞാനൊരു വലിയ നല്ല ഭംഗിയുള്ള സുന്ദരനായിട്ടുള്ള ഒരു പള്ളിയെ പരിചയപ്പെടുത്തി തന്നായിരുന്നില്ലേ? അതാണ് ആ കാണുന്നത് കേട്ടോ. എന്താ അഴകില്ലേ! അതായത് വയനാട് ചുരത്തിലെ നമ്മൾ 9ാമത്തെ ടേണിംഗ് പോയിന്റിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അത് ഉള്ളിലുള്ള വീഡിയോസൊക്കെ എൻ്റെ ബ്രദർ കയറിയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളതും കൂടെ കാണിക്കും. എന്താ അഴകല്ലേ കാണാൻ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നണല്ലേ, ഞാൻ എപ്പോഴും ഒരു സ്ത്രീയായി ജനിച്ചതിൽ ഞാൻ സന്തോഷിക്കുക അഭിമാനിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ അതിനെ കുറിച്ചിട്ട് ഓർത്ത് സങ്കടപ്പെടുന്നുണ്ട്. ഒരു ആണുങ്ങൾക്ക് അതിനുള്ളിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം ആ വഴിക്ക് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ വെൽക്കം വയനാട് എന്ന കേട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് നമ്മളവിടെ ഒന്നും കണ്ടൊന്നുമില്ല. കാരണം നല്ല സന്ധ്യ സമയം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളവിടെ എത്താൻ. ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചു, അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ അടിക്കുകയും ചെയ്തു കേട്ടോ. ഇനി ഇതിൻ്റെ വലിയൊരു ടൂറ് നമ്മൾ വരുന്നുണ്ട്. ആ വീഡിയോയും കൂടെ നിങ്ങൾ കാണണം. എങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ.